പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മുടെ തിരുവേഗപ്പുറം പഞ്ചായത്തിൻ്റെ 2 സ്ഥലങ്ങളിൽ പുലിയെ കണ്ടതായിട്ടുള്ള ഒരു ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ആളുകൾക്ക് ആശങ്ക ഉണ്ടാവുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇന്ന് ഗ്രാമപഞ്ചായത്തിൻ്റെ ഹാളിൽ MLA, ജനപ്രതിനിധികളായിട്ടുള്ള നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ഭരണസമിതി അംഗങ്ങൾ, അതോടൊപ്പം തന്നെ നമ്മുടെ ഫോറസ്റ്റിൻ്റെ റേഞ്ച് ഓഫീസർ, സെക്ഷൻ ഓഫീസർ, അഡീഷണൽ SI അടക്കമുള്ള ആളുകളൊക്കെ ചേർന്നുകൊണ്ട് ഇവിടുത്തെ ആ പ്രദേശവാസികളും സന്നദ്ധ പ്രവർത്തകരും എല്ലാവരും ചേർന്നുകൊണ്ടുള്ളൊരു യോഗമാണ് ജാഗ്രത എന്നുള്ള നിലയ്ക്ക് വെച്ചത്. പുലി ഉണ്ടോ എന്നുള്ളത് പൂർണ്ണമായി നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ പറയുന്ന ആളുകളുടെ അവർ കണ്ടു എന്ന് പറയുന്നത് ആശങ്ക മറ്റുള്ളവർക്ക് ഉണ്ടാകുന്നു എന്നുള്ളതും കണക്കിലെടുത്തുകൊണ്ട് അത് ദൂരീകരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ന് ഇങ്ങനൊരു യോഗം വിളിച്ച് അടുത്ത ഫർദർ എന്ത് സ്റ്റെപ്പ് ചെയ്യണം എന്നുള്ളത് ആലോചിച്ചിട്ടുണ്ട്. നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെയും മറ്റു ജനപ്രതിനിധികളുടെയൊക്കെ നേതൃത്വത്തിൽ ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസർ അടക്കമുള്ള ആളുകൾ നമ്മൾ സെർച്ച് നടത്തിയിരുന്നു. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. എങ്കിലും ആളുകളുടെ ആശങ്ക ഒഴിയുന്നില്ല. അപ്പോൾ ആ ആശങ്ക പരിഹരിക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട് ഇന്ന് ഇപ്പോൾ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഒരു സെർച്ച് നടത്തുന്നു പ്രദേശത്ത്. അതോടൊപ്പം തന്നെ 3 ക്യാമറകൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ക്യാമറകൾ സ്ഥാപിക്കുന്നു. ഈ 2 കാര്യങ്ങളും അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നേരത്തെ തീരുമാനിക്കുകയും സെക്രട്ടറിയോട് ഫോണിടാൻ വേണ്ടി ഭരണസമിതി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അവിടെ സ്വകാര്യ സ്ഥലങ്ങൾ അത് ഘട്ടഘട്ടമായിട്ട് അവിടെയുള്ള അടിക്കാടുകളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ക്ലീൻ ചെയ്യാനുള്ള കാര്യം അത് പ്രസിഡന്റ് ഇവിടെ പറയും. അതുമായി ബന്ധപ്പെട്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി തീരുമാനിച്ചു. ഈ ആശങ്ക അകറ്റാൻ ഫോറസ്റ്റിൻ്റെ നേതൃത്വത്തിൽ സെർച്ച് നടത്തുമ്പോൾ ജനങ്ങളോട് പറയാനുള്ളത് എല്ലാവരും തടിച്ചു കൂടി വലിയ രീതിയിൽ അവിടെ ഒരു സിറ്റുവേഷൻ പാനിക്കാക്കുക എന്നുള്ളൊരു സാഹചര്യം ഉണ്ടാകുന്നത്. അവർ സെർച്ച് ചെയ്ത് ക്യാമറയുണ്ട്, അതിൽ പതിയുകയാണെങ്കിൽ അടുത്ത ഫർദർ സ്റ്റെപ്പിലേക്ക് നമ്മൾ പോകും. അത് ആ ആശങ്ക അകറ്റി അത് പുലി ഉണ്ടെങ്കിൽ അതിന് പൂർണ്ണമായിട്ട് പിടിക്കാനുള്ള അല്ലെങ്കിൽ വേറെ എന്താണ് ഈ കണ്ടത് എന്നുണ്ടെങ്കിൽ അത് സ്ഥിരീകരിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. അപ്പോൾ എല്ലാവരും കൂടി അത് ഈ സെർച്ചിനെ ഒരു ബുദ്ധിമുട്ടാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകരുത് എന്നുള്ളതാണ് പ്രത്യേകം പറയാനുള്ളത്. ജില്ലാ കളക്ടർ, അതുപോലെ തന്നെ DFO, ബഹുമാനപ്പെട്ട മിനിസ്റ്റർ എല്ലാവരും ഈ കാര്യത്തിൽ അവരെയൊക്കെ അറിയിച്ചിട്ടുണ്ട്. എല്ലാവരും ഈ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. നമുക്ക് ഉണ്ട് എന്നുള്ള നിലയ്ക്ക് പേടിച്ചുകൊണ്ട് ഇരിക്കുക അല്ലെങ്കിൽ അമിതമായ ആശങ്കയിലേക്ക് പോവുക എന്നുള്ളതുമല്ല, എന്നാൽ ഇല്ല എന്ന് കരുതിയിട്ട് തീരെ ശ്രദ്ധിക്കാതെ പോവുക എന്നുള്ളതുമല്ല ഇതിൻ്റെ ഉദ്ദേശം. നമുക്ക് ആശങ്ക മാറ്റുക എന്നുള്ളതാണ് ഉദ്ദേശം. കുട്ടികൾ, അതുപോലെ ആളുകളൊക്കെ തന്നെ ഒരു ജാഗ്രതയോടുകൂടി പോവുക. അത് സ്ഥിരീകരിക്കാനുള്ള ശ്രമം ഫോറസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ഇപ്പം നടത്തും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഏതെങ്കിലും തരത്തിൽ സ്ഥിരീകരിക്കുകയാണെങ്കിൽ ക്യാമറയിൽ പെടുകയോ അല്ലെങ്കിൽ ഫോറസ്റ്റ് ഓഫീസേഴ്സ് നേരിട്ട് പോകുന്ന സമയത്ത് അതിൻ്റെ സാന്നിധ്യം സ്ഥിരീകരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഫർദറായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ ഇതുപോലെ നമ്മൾ ആലോചിക്കുമെന്നുള്ള കാര്യമാണ്. നമ്മുടെ തിരുവേഗപ്പുറം പഞ്ചായത്തിലെ പല പ്രദേശവാസികളും വളരെ ആശങ്കയിലാണ്. ആ ആശങ്ക നിലവിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ പരിശോധനയിൽ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല എന്നുള്ള തോന്നലുണ്ടെങ്കിൽ കൂടി നമ്മളൊരു ഭീതിയിലുള്ള ജീവിതം എന്നുള്ളത് ഒരിക്കലും സാധ്യമല്ല. ആ ഭീതി അകറ്റുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ നേരത്തെ MLA സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ അടിയന്തരമായി ഇന്ന് ജനപ്രതിനിധികളുടെയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും യോഗം ചേർന്നത്. പ്രധാനമായിട്ടും ഇന്ന് 3 സ്ഥലങ്ങളിൽ അവർ ക്യാമറ സ്ഥാപിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം 2 സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടെത്തിയ സ്ഥലങ്ങളും ഇതിനു മുമ്പ് കണ്ടു എന്ന് പറഞ്ഞ സ്ഥലങ്ങളും അതുപോലെ തന്നെ നമ്മൾ വല്ലാതെ കാൽപാദങ്ങൾ കണ്ട നമ്മുടെ ഒരു മൈതാനമുണ്ട് അവിടെ, ആ മൈതാനത്തിൽ സ്ഥാപിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള സെർച്ചുണ്ട്. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നമ്മളുടെ കുറ്റിക്കാടുകൾ നീക്കം ചെയ്യുന്നതിന് ഗ്രാമപഞ്ചായത്തിന് മുമ്പേ തീരുമാനിച്ച് വ്യക്തികളെ അറിയിച്ചതാണ്. പക്ഷേ ചില സ്ഥലങ്ങളിലെങ്കിലും അത് പൂർണ്ണമായും നടക്കാത്തത് കാരണം ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമായിട്ട് അടുത്ത 3 ദിവസത്തിനകം പരിപൂർണമായും കുറ്റിക്കാടുകൾ അതാത് വ്യക്തികൾ വെട്ടിത്തെളിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണം. കാരണം അത് പുലിയുടെ സാന്നിധ്യമുണ്ടെങ്കിൽ അത് നമ്മുടെയൊക്കെ വീഴ്ചയായിട്ട്, കാരണം ഓരോ വ്യക്തികളും അതിനോട് സഹകരിച്ചാൽ മാത്രമേ പരിപൂർണമായിട്ടും ഇതിൽ നിന്ന് നമുക്ക് മുക്തമാകാൻ കഴിയുകയുള്ളൂ. കാരണം അവർക്ക് പതിഞ്ഞിരിക്കാനുള്ള സൗകര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്തു കൊടുത്താൽ നമ്മൾ എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്താലും അതിനൊരു പരിഹാരമാകില്ല. ആശങ്ക ദൂരീകരിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിന് എല്ലാവരുടെയും പിന്തുണയുണ്ടാകണം. കഴിഞ്ഞ ദിവസങ്ങളിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവരുടെയും പിന്തുണ ഉണ്ടായിട്ടുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിലും എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകുമെന്ന് ആഗ്രഹം.
എല്ലാം വളരെ വസ്തുതാപരമായ കാര്യങ്ങൾ ഈ വിഷയത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ യോഗത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ഈ വിഷയത്തിൻ്റെ ഗൗരവവും അതിലെ വനംവകുപ്പ് ജീവനക്കാർ എടുത്തിരിക്കുന്ന നിലപാടുകളും അതിലെ ആത്മാർത്ഥതയും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, നിങ്ങൾക്കും അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഏറ്റവും തർക്കം വന്ന അല്ലെങ്കിൽ ഏറ്റവും വികാരപരമായി സംസാരിക്കേണ്ടി വന്നൊരു വിഷയം എന്നത് ഞാൻ വീണ്ടും ഒരു കുറ്റപ്പെടുത്തലോ തർക്കത്തിനോ വേണ്ടി പറയുകയല്ല. ഇങ്ങനെ ഒരു തെരച്ചിലിന് പോകുമ്പോൾ പൊതുജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു പരിക്ക് പറ്റിയാൽ നമ്മൾക്ക് ഉത്തരവാദിത്വമില്ല എന്നാണ് പറഞ്ഞു വന്നത്. അതിനെക്കുറിച്ചാണ് ഒരു ആക്ഷേപം വന്നത്. എന്നിരുന്നാലും ഈ വന്യജീവികളുടെ ഒരു പ്രത്യേകത ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ അതിന് രണ്ട് ആവശ്യങ്ങളുണ്ട്. ഒന്ന്, ഒളിച്ചിരിക്കണം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാണുക കണ്ണിൽ പെടാതെ മറഞ്ഞിരിക്കണം. രണ്ട്, ഭക്ഷണം വേണം. ഈ രണ്ട് പ്രാഥമിക ആവശ്യങ്ങൾക്കാണ് വന്യജീവികൾ പ്രഥമ പരിഗണന കൊടുക്കുക. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, വന്യജീവികളാൽ മനുഷ്യൻ്റെ ജീവൻ നഷ്ടപ്പെട്ടിടത്തൊക്കെ മനുഷ്യനില്ലാത്തൊരു കഴിവ് മൃഗങ്ങൾക്കുള്ളതുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ സാന്നിധ്യം മൃഗങ്ങൾ തിരിച്ചറിയുകയും മൃഗങ്ങളുടെ സാന്നിധ്യം മനുഷ്യന് തിരിച്ചറിയാൻ കഴിയാതെ വന്ന സന്ദർഭം ഉണ്ടായതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നിർഭാഗ്യവശാലുള്ള മനുഷ്യൻ ജീവനുകളുടെ നഷ്ടപ്പെടലുകൾ നമുക്കുണ്ടായത്. അപ്പോൾ അത് ഏത് സാഹചര്യത്തിലാണ് അങ്ങനെ മനുഷ്യനെ കാണാൻ പറ്റാതായി പോയത്? മനുഷ്യനെ മണം പിടിച്ച് കണ്ടുപിടിക്കാൻ കഴിയില്ല, മനുഷ്യൻ്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റാത്ത ഒരു തടസ്സം മുന്നിൽ ഉണ്ടായതുകൊണ്ടാണ്. ആ തടസ്സമാണ് ഇപ്പോൾ നമ്മൾ ഈ സംസാരിച്ച തർക്ക വിഷയത്തിൽ പ്രധാനപ്പെട്ട കേന്ദ്രബിന്ദുവായ ഈ കുറ്റിക്കാടുകൾ. അപ്പോൾ ഈ കുറ്റിക്കാടുകൾ സ്വകാര്യ സ്ഥലത്ത് വളരാൻ അനുവദിച്ച ആ സ്ഥലത്തിൻ്റെ ഉടമസ്ഥയ്ക്കും ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ. നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും ആ ഒരു ഉത്തരവാദിത്വം നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ച് കാട് മുഴുവൻ തെളിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഘട്ടം വന്നാൽ നമ്മളത് അങ്ങനെ ചെയ്തേ പറ്റൂ. അതുകൊണ്ട് ഞങ്ങളുടെ ജീവനെ തൃണവൽക്കരിച്ച് ഞങ്ങൾ ആത്മാർത്ഥമായി ഞങ്ങൾ മാത്രം, ഫോറസ്റ്റുകാർ മാത്രം പങ്കെടുത്തുകൊണ്ട് ഇപ്പോൾ ഒരു തെരച്ചിലിന് പോവുകയാണ്. ഞങ്ങളുടെ ആ ശ്രമത്തെ നിങ്ങൾ എന്താ പറയുക, ഞങ്ങളുടെ ആത്മാർത്ഥതയെ തിരിച്ചറിയണമെന്ന് വനംവകുപ്പിന് ഈ ഒരു നടപടി എടുത്തതിലൂടെ നിങ്ങളുടെ സഹകരണം ഞാൻ അഭ്യർത്ഥിക്കുകയുമാണ്. ഒരു സ്വകാര്യ സ്ഥലമാണെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്. ഞങ്ങളുടെ യാതൊരു രീതിയിലുള്ള നിക്ഷിപ്തമോ അല്ലെങ്കിൽ EFL ഭൂമിയോ അല്ല എന്ന് ബോധ്യം വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇങ്ങനെ ഒരു പരാമർശം നടത്തിയിട്ടുള്ളത്. വനഭൂമി ആണെങ്കിൽ അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും ഞങ്ങൾ തന്നെ ഏൽക്കുന്നതാണ്. ഇതൊരു സ്വകാര്യ സ്ഥലത്താണ് ഇത്രയും കാട് വളർന്നിരിക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അത് റിമൂവ് ചെയ്യാനുള്ള, സ്വകാര്യ സ്ഥലമാണ് എന്ന് ഉറപ്പുവരുത്തി അത് റിമൂവ് ചെയ്യാനുള്ള നടപടി പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ സ്ഥലമുടമയുടെ നേതൃത്വത്തിൽ ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ നമ്മൾ ഈ തെരച്ചിലുകൾ ഇനിയും തിരയേണ്ടി വരും. ഈ ഒരു പുലിയെ കണ്ടാലും അതിന് നടപടി സ്വീകരിച്ചാൽ ചിലപ്പോൾ അടുത്തത് വരാനും വലിയ സമയമൊന്നും വേണ്ടി വരില്ല. വലിയ ഏരിയയൊക്കെയാണ് ഫുഡ് കിട്ടുന്നത് എന്നൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അത് ഒരു അഭ്യർത്ഥനയായിട്ട് ഉറപ്പ് പറയാൻ കഴിയില്ല. അത് ഉറപ്പാക്കാനാണ് ഞങ്ങൾ പരിശോധനയ്ക്ക് പോകുന്നത്. നേരിട്ട് കണ്ടാൽ ഉറപ്പാണ്. പുലി ഉണ്ട്. പുലി ഒരു ഉച്ചവർഗത്തിൽപ്പെട്ട ഒരു ജീവിയാണ്. അതിന് വളരെ ഹൈഡ് ചെയ്ത് ജീവിച്ചിരിക്കുവാൻ ഇത്രയൊന്നും കുറ്റിക്കാടുകളൊന്നും വേണ്ട. നഗരപ്രദേശത്തിൽ തന്നെ വരുന്ന ഒരു വളരാൻ പതുങ്ങിയിരിക്കാൻ കഴിയുന്ന ഒരു വന്യമൃഗമാണ്. മാസങ്ങൾക്ക് മുമ്പ് തിരൂർ പ്രദേശത്ത്, തിരൂർ, പുറത്തൂർ, മംഗലം പഞ്ചായത്തുകളുടെ പരിധിയിലൊക്കെ ഇത്തരമൊരു സാന്നിധ്യം കാണുകയും അവിടുന്ന് നിലമ്പൂർ റേഞ്ചിൽ നിന്നും ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തുകയുണ്ടായി. മാസങ്ങളോളം ആശങ്കയിലായിരുന്നു ആ പ്രദേശം. ഇതുവരെ രണ്ട് കൂട് അവിടെ സ്ഥാപിച്ചിരുന്നു. പക്ഷെ ഇതുവരെ അതിനൊരു സ്ഥിരീകരണമോ അങ്ങനെ ഒരു പുലിയെ പിടിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത് എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത് പൊതുജനങ്ങളുടെ ആശങ്ക ആയിട്ട് എന്നുള്ള പ്രധാന ഘടകമാണ്. മാസങ്ങളായിട്ട് ഇതുവരെ അവിടെ ഒന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല. അവിടെ മറ്റൊരു കാര്യം ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആടുകളെ, മൃഗങ്ങളൊക്കെ ഭക്ഷിച്ചതിൻ്റെ അവശിഷ്ടമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതിങ്ങനെ വരാനുണ്ടാകുന്നതിൻ്റെ കാരണം എന്താണെന്നുള്ളത്? ജീവനുള്ള ഒരു ജീവിയോട്, അത് മനുഷ്യനാവാം, വന്യമൃഗം എന്തോ ആവാം, അത് ഇപ്പോൾ ഇങ്ങനെ പ്രവർത്തിക്കുമെന്നുള്ളതിന് സയൻറ്റിഫിക് ആയിട്ടൊരു പാരാമീറ്റർ ഉണ്ടോ? എനിക്കറിയില്ല. അത് നമ്മുടെ തലച്ചോറ് എന്ത് പറയേണ്ടതെന്നനുസരിച്ചാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അതെപ്പോൾ എന്ത് പറയുമെന്ന് നമുക്ക് വേറൊരു വ്യക്തിക്ക് പറയാൻ കഴിയില്ല. അപ്പം നമുക്ക് ചെയ്യാൻ കഴിയുന്ന പരമാവധി ശാസ്ത്രീയ വശങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്
അതിനാണ് ഈ ക്യാമറ ട്രാപ്പ് വയ്ക്കുന്നത്. അപ്പോൾ അതിന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 100% ഉറപ്പ്. ഞാൻ നേരത്തെ പറഞ്ഞു പുലി അല്ലെങ്കിൽ മറ്റുള്ളവർ ഏതും ആയിക്കോട്ടെ അതറിയാതെയാണ് അതിന് പിക്ചർ എടുക്കുന്നത്. അപ്പം നമുക്ക് ഉറപ്പിക്കാം നമുക്കിത് പുലി തന്നെയാണ്. ആ പടം എടുത്ത കാര്യം പോലും ഒരു പക്ഷേ ഈ വന്യജീവി അറിയണമെന്നില്ല. ക്യാമറ സ്ഥാപിക്കും സാർ. എത്ര സ്ഥലത്ത് സ്ഥാപിക്കും? നമ്മളിന്ന് 3 ക്യാമറയാണ് നമ്മുടെ കയ്യിലുള്ളത്. 3 ക്യാമറയെ സ്ഥാപിക്കാൻ പറ്റുന്ന അനുയോജ്യമായ സ്ഥലം കണ്ടെത്തി നമ്മൾ സ്ഥാപിക്കും. ക്യാമറ സ്ഥിരീകരിക്കപ്പെട്ടുള്ള കൂട് ക്യാമറയെ സ്ഥിരീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പിക്ചർ സഹിതം നമ്മൾ DFOയ്ക്ക് റിപ്പോർട്ട് ചെയ്യും. അതൊക്കെ ഇപ്പോൾ വളരെ ഷോർട്ട് ടൈമിൽ തന്നെ നടക്കും. അതിൻ്റെ തെളിവുകൾ സഹിതം നമ്മൾ അതിൻ്റെ മേഖല ഈസ്റ്റേൺ സർക്കിൾ CCF വിജയാനന്ദ സാറിൻ്റെ അടുത്തേക്ക് അയക്കും. അവിടെ നിന്ന് നമുക്കത് എത്രയും പെട്ടെന്ന് യുദ്ധകാലാടിസ്ഥാനത്തിൽ തിരുവനന്തപുരത്ത് ഹെഡ്ക്വാർട്ടറിൽ നിന്ന് ചീഫ് വൈൽഡ് വാർഡൻ്റെ പെർമിഷൻ മേടിക്കാനായിട്ട് അയക്കും. ഇതിനൊന്നും നമ്മൾ ഒരു തരത്തിലുള്ള കാലതാമസം വരുത്തുന്നതല്ല. പഴയതുപോലെ തപാൽ ചെന്നിട്ടല്ല ഇന്നത്തെ കാലത്ത് പോകുന്നത്. നമ്മുടെ ഓഫീസുകളെല്ലാം തന്നെ ഇമെയിൽ സൗകര്യങ്ങളും മറ്റെല്ലാം പ്രയോജനപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് ഇതിൽ കാലതാമസം ഉണ്ടാവില്ല എന്ന് ഞാൻ ഓർക്കുന്നു.